ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ദൈവം ഉറപ്പായും കേൾക്കുമെന്ന് വിശുദ്ധ പാദ്രി പിയോ പറയുന്ന ഒരു പ്രാർത്ഥനയെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ആധുനിക കാലഘട്ടത്തിലെ വലിയ വിശുദ്ധനാണ് പാദ്രി പിയോ. അദ്ദേഹത്തിൻ്റെ പഞ്ചശതങ്ങളും ഒരേ സമയം 2 സ്ഥലങ്ങളിൽ പ്രത്യക്ഷനാകാനുള്ള കഴിവുമെല്ലാം പ്രസിദ്ധമാണ്. അദ്ദേഹം ദൈവത്തിന് ഇഷ്ടമുള്ള പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്: നാം സ്നേഹിക്കുന്നവരോട് സംസാരിക്കാൻ നമുക്കേറെ ഇഷ്ടമാണ്. അവരുടെ ഒപ്പം ഇരിക്കുമ്പോൾ നമുക്ക് മിണ്ടാതിരിക്കാനാവില്ല. ഇതേ കാര്യം തന്നെയാണ് ദൈവവുമായുള്ള ബന്ധത്തിലും സംഭവിക്കുന്നത്. ദൈവം നമ്മോട് കൂടെയുണ്ട്, വളരെ അടുത്തുണ്ട്. അവിടുന്ന് നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കുന്നുമുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ദൈവത്തോട് സംസാരിക്കാതിരിക്കാൻ കഴിയും എന്നാണ് പാദ്രി പിയോ ചോദിക്കുന്നത്. കുഞ്ഞുങ്ങളുടേതുപോലെ ലളിതവും നിഷ്കളങ്കവുമായിരിക്കണം ദൈവത്തോടുള്ള നമ്മുടെ സംഭാഷണങ്ങളെന്ന് വിശുദ്ധൻ പറയുന്നു. ഈശോയെ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു എന്ന് പറയാം. അല്ലെങ്കിൽ അപ്പ എന്നുള്ള വിളി മതി ദൈവത്തിന്. ഈശോയെ, എൻ്റെ ജീവിതത്തിൽ വരണമേ. ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഈശോ മറിയോസേപ്പേ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ആത്മാക്കളെ രക്ഷിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നത് മനോഹരമായ പ്രാർത്ഥനയാണെന്ന് പാദ്രി പിയോ പറയുന്നു. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ, എൻ്റെ ഹൃദയം അങ്ങേ ഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ എന്നും നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഈ കൊച്ചു പ്രാർത്ഥനയുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ, നാം എപ്പോഴും ദൈവ സാന്നിധ്യത്തിലായിരിക്കും. ഈ പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ടിരുന്നാൽ എപ്പോഴും നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാകും, ബന്ധവുമുണ്ടാകും. വിശുദ്ധ ജോസ് മരിയ എസ്ക്രിവ പറയുന്നത് ഇങ്ങനെയാണ്: ദൈവം എപ്പോഴും നമ്മോട് കൂടെയുണ്ടെന്ന ബോധ്യം നമുക്ക് വേണം. പലപ്പോഴും നാം ജീവിക്കുന്നത് അവിടുന്ന് വളരെ ദൂരെ, ആകാശത്തിനപ്പുറമാണെന്ന മട്ടിലാണ്. ദൈവം എപ്പോഴും നമ്മുടെ കൂടെയുണ്ടെന്ന് നാം മറന്നു പോകുന്നു. 1914 ഡിസംബറിൽ പാദ്രി പിയോ എഴുതിയ വാക്കുകളിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്: നിങ്ങളെപ്പോഴും സുഹൃത ജപങ്ങൾ ചൊല്ലണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ചെന്ന് തറയ്ക്കുന്ന അസ്ത്രങ്ങളാണവ. ദൈവത്തിന് മറുപടി നൽകാതിരിക്കാനാവില്ല. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി: ദൈവം പെട്ടെന്ന് കേൾക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ചെറിയ ചെറിയ സുഹൃത ജപങ്ങൾ നമ്മൾ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുക. അങ്ങനെ ചൊല്ലി നടക്കുന്ന ആളുകളുടെ പ്രാർത്ഥനകളെ ദൈവം വേഗം കേൾക്കുമെന്നാണ് പാദ്രി പിയോ പറയുന്നത്. ഇതോടൊപ്പം ആത്മീയ യുദ്ധത്തിൽ പോരാടാനുള്ള ശക്തമായ 3 പ്രാർത്ഥനകൾ കൂടി ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. ആത്മീയ യുദ്ധത്തിൽ പോരാടാനുള്ള ഏറ്റവും ശക്തമായ മാർഗമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥന കൊണ്ടല്ലാതെ ഇവ ഒഴിഞ്ഞു പോകുകയില്ല. അനുദിന ജീവിതത്തിൽ നാം നിരവധി തവണ ഇത്തരം തിന്മയുടെ ആക്രമണങ്ങൾക്ക് വിധേയരാകാറുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ പ്രാർത്ഥിക്കാൻ സഹായകവും ശക്തിയുള്ളതുമായ ഒരു പ്രാർത്ഥനയെക്കുറിച്ചാണ് ഒട്ടാവ സെന്റ് മേരീസ് ഇടവക വികാരിയായ ഫാദർ മാർക്ക് ഗോറിംഗ് പറയുന്നത്. തൻ്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും തള്ളിക്കളയുകയില്ല എന്ന ക്രിസ്തുവിൻ്റെ വചനത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യം പറയുന്നത്. ക്രിസ്തു നമ്മെ സ്നേഹിക്കുന്നുവെന്നും അവിടുത്തെ സ്നേഹം നിത്യമാണെന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ പറഞ്ഞു തരുന്ന 3 പ്രാർത്ഥനകൾ ഇവയാണ്. തിന്മയുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടാനുള്ള ശക്തമായ 3 പ്രാർത്ഥനകളിൽ ഒന്നാണ് ജീസസ് പ്രേയർ എന്നറിയപ്പെടുന്ന പ്രാർത്ഥന. നമുക്കറിയാം ആ പ്രാർത്ഥന: ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവേ, പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ. ഇത് അതിശക്തമായൊരു പ്രാർത്ഥനയാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചൊല്ലിക്കൊണ്ട് നടക്കാവുന്നൊരു പ്രാർത്ഥനയാണ്. ദാവീദിന്റെ പുത്രനായ യേശുവേ, പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ. ഇനി മറ്റൊരു പ്രാർത്ഥനയാണ്: ഈശോയെ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുമുറിവുകളെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഇനി മറ്റൊരു പ്രാർത്ഥന: പിതാവേ, അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറപ്പെടട്ടെ. ജീവിതത്തിലെ പ്രതിസന്ധികളിലും പരീക്ഷണങ്ങളിലും അകപ്പെടുമ്പോൾ ഇനി മുതൽ നമുക്ക് ഈ പ്രാർത്ഥനകൾ
ഏറ്റുചൊല്ലാം. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.